എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ സഖാവ് VS അച്യുതാനന്ദൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്ത് ശ്രീ VA അരുൺകുമാർ, പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സംവിധായകനും എഴുത്തുകാരനും ഇപ്പോൾ സംസ്ഥാന ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനുമായിട്ടുള്ള പ്രിയ ശ്രീ മധുപാൽ, ശ്രീ അപ്പു ഭട്ടതിരി, അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടാണ് എനിക്ക് ബന്ധം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വലിയ കലാകാരൻ, ആർട്ടിസ്റ്റ് ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. പ്രിയപ്പെട്ട ഡോക്ടർ സിന്ധു, ശ്രീ സുധീർ കരമന, സദസ്സിലുള്ള എൻ്റെ പ്രിയമുള്ളവരെ, ഗുരുജനങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരെയും ഹൃദയപൂർവ്വം ഒറ്റവാക്കിൽ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാനൊരു കലാപ്രവർത്തകൻ മാത്രമാണ്. ഈ സാങ്കേതികതയുടെ കാര്യത്തെക്കുറിച്ച് അത്രയൊന്നും വിവരമില്ലാത്ത ഒരാൾ കൂടിയാണ്. സിനിമ എന്ന് പറയുന്നത് കലയാണ് എന്ന് പറയുമെങ്കിലും അതൊരു സാങ്കേതിക വിദ്യയുടെ കലയാണ്. പ്രത്യേകിച്ചും ഈ വർത്തമാനകാലത്ത് സാങ്കേതിക വിദ്യയുടെ വലിയ മുന്നേറ്റത്തിൻ്റെ ചിറകിലേറി ഇങ്ങനെ കുതിക്കുന്ന ഒന്നാണ് ഇന്നിപ്പോൾ സിനിമ. ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയിൽ വരുത്താൻ പോകുന്ന അല്ലെങ്കിൽ വരുത്തുന്ന. എനിക്ക് സിനിമ എന്നുള്ളത് രണ്ടാമതാണ്. ഞാനത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ എൻ്റെ ചെറിയ ഒരു പരിമിതമായ അറിവിൽ ഒരു യന്ത്രവൽകൃത ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ, അവൻ്റെ എല്ലാ മനുഷ്യത്വങ്ങളും അതിനെയൊക്കെ ഒന്ന് റദ്ദ് ചെയ്തിട്ട് അതിനൊക്കെ മേൽ അധിനിവേശം നടത്തുകയോ അല്ലെങ്കിൽ ആധിപത്യം പുലർത്തുകയോ ചെയ്യുന്ന ഒരു യന്ത്രത്തിൻ്റെ ഒരു ലോകം നമ്മൾ ഒന്ന് വിഭാവന ചെയ്ത് നോക്കൂ. ഈ സാങ്കേതിക വിദ്യയുടെ വലിയ പുരോഗതിയിൽ തന്നെയാണ് ലോകം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ തീയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ മഹാസംഭവങ്ങളായിട്ട് ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടുള്ളത്. പിന്നീട് വ്യവസായ വിപ്ലവം നടക്കുമ്പോൾ യൂറോപ്പിൽ അത് മനുഷ്യ പുരോഗതിക്ക് വലിയ മുന്നേറ്റം സംഭാവന ചെയ്തു. എല്ലാ അർത്ഥത്തിലും ഇത്തരം സാങ്കേതിക വിദ്യകൾ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. പക്ഷേ എങ്കിലും ചില ആശങ്കകൾ ഒരു മനുഷ്യരെന്നൊക്കെയുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ വർത്തമാനകാലം പ്രത്യേകിച്ചും അങ്ങനെയാണ്. നമുക്കെന്തെങ്കിലും ഒരു സ്വകാര്യത ഇപ്പോൾ ഉണ്ടോ? ഇതിപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിഷയം, നമ്മുടെ എല്ലാ സ്വകാര്യതകളും നിഷേധിക്കുന്ന തരത്തിൽ ഇത്തരം ചില സാങ്കേതികതയുടെ, ഇതിപ്പോൾ നമ്മളെ ഓരോ മനുഷ്യരെയും ഇങ്ങനെ ക്യാമറ കണ്ണുകൾ പിന്തുടരുകയാണ്. അതൊരർത്ഥത്തിൽ നല്ലതുമാണ്, കാര്യം എല്ലാം സുതാര്യമാകും. ആ അർത്ഥത്തിൽ അത് നല്ലതാണ്. പക്ഷേ നമുക്ക് നമ്മുടേതായ, അത് ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്ന ചില സ്വകാര്യതകൾ, അത് സംരക്ഷിക്കാൻ പോലും കഴിയാതെ പോകുന്ന ഒരു വല്ലാത്ത കാലം. ലോകത്ത് ഇത്തരം പല സൈബർ നിയമങ്ങൾ പോലും ഇനിയും ആവിഷ്കൃതമാകേണ്ടിയിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയുടെയൊക്കെ ഇത്തരം സാങ്കേതിക വിദ്യകൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഏതൊക്കെ രീതിയിലാണ്, അതിൻ്റെ അപാരമായ സാധ്യതകളുണ്ട്. മനുഷ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, ജീവിത മുന്നേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സാധ്യതകളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ചില വ്യക്തതകൾ ഇനിയും അത്തരം കാര്യങ്ങളിൽ വരേണ്ടതുണ്ട്. അതൊരു വശം. മറ്റൊന്ന്, ഇത്തരം സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ചും സിനിമയിലൊക്കെ ആകുമ്പോൾ നമുക്കത് ഒരിക്കലും ഈ ഒരു നിമിഷത്തിൽ നിന്നുകൊണ്ട് അതിനെ നിർവചിക്കാനാവില്ല. നമുക്ക് എങ്ങനെയാകും ഭാവി സിനിമ ആകും എന്ന് ഒരു രീതിയിലും നമുക്കതിനെ വിശദീകരിക്കാനാകാത്ത വിധം നമ്മുടെയൊക്കെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അപ്പുറമായ ഒരു തലത്തിലായിരിക്കും ഭാവിയിലെ സിനിമ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു സിനിമ നയരൂപീകരണ സമിതി, ഷാജി കൻകരൻ സാറാണ് അതിൻ്റെ ചെയർമാൻ, ഞാനും കൂടി ശ്രീ മധുപാലും ഒക്കെ അംഗമാണ്. അതിൻ്റെ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞകാല സിനിമകളെക്കുറിച്ചോ അല്ലെങ്കിൽ വർത്തമാനകാല സിനിമകളെക്കുറിച്ചോ മാത്രം ചിന്തിച്ചുകൊണ്ടൊരു സിനിമാ നയം നമുക്ക് ഭാവിയിലേക്ക് വിഭാവനം ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഒരു കാലത്ത് നിശബ്ദ സിനിമയായിരുന്നു, ശബ്ദമില്ലാതിരുന്ന കേവലം ചലിക്കുന്ന ചിത്രങ്ങളുടെ ഒരു കൗതുകം മാത്രമായി 1-2 സെക്കൻഡുകളോ മിനിറ്റോ മാത്രം ഉണ്ടായിരുന്ന ചില ദൃശ്യങ്ങൾ മാത്രമായിരുന്നു ഒരു കാലത്ത് സിനിമ. അവിടെ നിന്ന് സിനിമ എത്രയോ മുന്നോട്ട് പോയി. അതിൽ ശബ്ദം വന്നു, പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, അത് കളറായി, പിന്നീട്
ഏതെല്ലാം രീതിയിൽ അത് 3D ആയും 70mm വലിയ മുന്നേറ്റമാണ് ആ ഒരു മേഖലയിൽ പിൽക്കാലത്തുണ്ടായത്. നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഇത്തരം സാങ്കേതിക വിദ്യകൾ സിനിമയിൽ വരുത്താൻ പോകുന്ന അപാരമായ മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ ചിന്തയ്ക്കൊക്കെ അതീതമായ ഒന്നായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ അത്രമാൽ അത് ഒരു അപാരമായ ഒരു ലോകം തുറക്കുകയാണ്. നമുക്കൊക്കെ സ്വപ്നം കാണാനോ അല്ലെങ്കിൽ സങ്കല്പിക്കാനോ പറ്റാത്ത മറ്റൊരു തലത്തിലേക്കാകും സിനിമയുടെ. ഇപ്പം നമ്മളിവിടെ ഈ അവതാർ പോലെയൊക്കെയുള്ള ചില സിനിമകൾ, അതൊക്കെ ഈ ഗ്രാഫിക്സിൻ്റെയൊക്കെ അപാരമായ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇനി വരും കാലത്ത് ഇതൊന്നുമല്ല, ഇതിലൊക്കെ അപ്പുറം ഇതിൻ്റെ ഒരു ടെക്നോളജിയുടെ അനന്തമായ സാധ്യതകളുണ്ട്. പക്ഷെ ഒന്നുണ്ട്, കലകൾ അത് എത്രയൊക്കെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുണ്ടായാലും ഇന്നിപ്പോൾ ഈ ലോകത്ത് ഇത്തരം വലിയ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉണ്ടാകുമ്പോഴും ലോക സിനിമ എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് കേന്ദ്രീകൃതമായി മാറുകയാണ്. മനുഷ്യനാണ് പ്രധാനം. ഈ സർഗാത്മകത എന്ന് പറയുന്ന ഒന്നുണ്ട്, അതൊരിക്കലും യന്ത്രങ്ങൾക്കോ ഏത് സാങ്കേതിക വിദ്യകൾക്കോ പറ്റുന്ന ഒന്നല്ല. അത് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും ഭാവനയും അവൻ്റെ വികാര വിചാരങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടതാണ്. അത് ഏതെങ്കിലും യന്ത്രത്തിന് സാധ്യമാകും, അതിന് എത്ര തന്നെ ഇത് ആയാലും. ഇപ്പോൾ ഒരു കവിത ഒരു പക്ഷേ ഒരു യന്ത്രം എഴുതും എന്നൊക്കെ നമ്മൾ പറയും, ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ. പക്ഷേ ചില ഇൻഫർമേഷൻസ് നമ്മളതിന് കൊടുക്കണം, ചില ഡേറ്റാസ് കൊടുക്കണം, അതിൻ്റെ ബേസിൽ അത് ചില കാര്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു തരും. അല്ലാതെ പുതുതായി ഒരു സർഗപരത എന്ന് പറയുന്നത് സർഗസൃഷ്ടിയായിട്ടൊന്ന് മാറണമെങ്കിൽ അവിടെ മനുഷ്യൻ്റെ ഹൃദയം, മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ വികാര വിചാരങ്ങളൊക്കെ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം സിനിമ എന്നൊക്കെ പറയുന്നത് അതൊരു വെറും സാങ്കേതികതയുടെ മാത്രം ഒരു കലയല്ല. അതിലൊക്കെ അപ്പുറം അതിനകത്തൊരു ഇമോഷനുണ്ട്, ഒരു വൈകാരികമായ തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏതു ഭാഷയിലും ഉണ്ടാകുന്ന ഏതു സിനിമയും അതുണ്ടാകുന്ന ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ അതിരുകൾ കടന്ന് എവിടെയുമുള്ള ഏതു മനുഷ്യനുമായും സംവദിക്കാൻ ശക്തമാകുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവങ്ങൾ അത് ലോകത്തെവിടെയാണെങ്കിലും സമാനമാണ്. മനുഷ്യൻ്റെ പ്രണയമായാലും അവൻ്റെ രതിയായാലും അവൻ്റെ വിശപ്പായാലും പട്ടിണിയായാലും സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവൻ്റെ ദുഃഖവും സന്തോഷവും, ഇതെല്ലാം എവിടെയും മനുഷ്യൻ്റെ ബേസിക് ഇമോഷൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് അത് എവിടെയാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും സമാനതകൾ ഉള്ളതാണ്. സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് സിനിമയിലെ കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷ, അതിൻ്റെ രാഷ്ട്രീയം. സിനിമ ഓരോ ദേശത്തിൻ്റെയും കൃത്യമായ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ആ അർത്ഥത്തിൽ സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു ഗ്രാമറുണ്ട്, ഒരു ഭാഷയുണ്ട്. എന്തൊക്കെ തന്നെയായിരുന്നാലും ശരി, അതിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നത് മനുഷ്യൻ്റെ ഭാവങ്ങളാണ്, മനുഷ്യൻ്റെ വികാരങ്ങളാണ്. ആ വികാരങ്ങളുടെ ഭാഷയാണ് മനുഷ്യരെ ഒരുമിപ്പിക്കുന്നത്. അത് മനുഷ്യൻ്റെ മനസ്സുകളെ ആർദ്രമാക്കും. നമ്മിൽ കൂടുതൽ നന്മയും സ്നേഹവും സഹജീവി സ്നേഹവും കാരുണ്യവും പ്രകൃതിയെ, പ്രപഞ്ചത്തെ, മനുഷ്യനെ, മറ്റു ജീവജാലങ്ങളെയൊക്കെ കൂടുതൽ നന്നായി സ്നേഹിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. അത് അതിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ളൊരു വൈകാരിക തലത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഏത് കലാസൃഷ്ടിയും. ഇപ്പം നാടകമെന്ന് പറയുന്നത് പലപ്പോഴും അതിനൊരു താൽക്കാലികമായ തളർച്ചയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ വിദേശ രാജ്യത്തൊക്കെ വലിയ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെയൊക്കെ വലിയ കടന്നുകയറ്റം ഉണ്ടായപ്പോഴും നാടകം ഇന്നും ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് കാണുന്ന ഒരു കലാരൂപമായി അത് നിലനിൽക്കുന്നു എന്നത് അതിന് ജീവനുള്ളത് കൊണ്ടാണ്. നാടകമെന്ന് പറയുന്നത് ജീവനുള്ള നടൻ, ജീവനുള്ള പ്രേക്ഷകരുമായി ഇങ്ങനെ ജീവത്തായി സംവദിക്കുന്ന ജീവനുള്ള മാധ്യമമാണ്. ആ ജീവനാണ് അതിനെ നിലനിർത്തുന്നത്. യന്ത്രങ്ങൾക്കില്ലാതെ പോകുന്നതും ജീവനാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, സിനിമ ഇന്ന് പലപ്പോഴും ലോക സിനിമ സാങ്കേതിക വിദ്യകളുടെയൊക്കെ അതിപ്രസരത്തെ അതിജീവിച്ചുകൊണ്ട് അത് മനുഷ്യനിലേക്ക് കേന്ദ്രീകൃതമാവുകയാണ്. മനുഷ്യ കഥകളിലേക്ക്, മനുഷ്യ വികാരങ്ങളിലേക്ക്, മനുഷ്യ ജീവിതത്തിൻ്റെ ആവിഷ്കരണങ്ങളിലേക്ക് അതിങ്ങനെ വരുമ്പോൾ അതുതന്നെയാണ് നമുക്ക് അനുഭവമായി മാറുന്നതും നമുക്കത് തീവ്രമായ ഒന്നായി സിനിമ അനുഭവം നമുക്ക് മാറുന്നത് അതിലൂടെ വിനിമയിക്കപ്പെടുന്ന വികാരങ്ങളുടെ ഒരു ശ്രേഷ്ഠത കൊണ്ടാണ്. ഏതൊരു കലാസൃഷ്ടിയും ഉദാത്തമാകുന്നത് അതിലെ ഏറ്റവും ഉദാത്തമായ സംഘർഷാത്മകമായ ആ മുഹൂർത്തങ്ങളിലൂടെയാണ്. അത് കഥാപാത്രങ്ങൾ തമ്മിൽ ഉള്ള സംഘർഷങ്ങളാകട്ടെ, കഥാപാത്രങ്ങൾക്കുള്ളിലുള്ള ആത്മസംഘർഷങ്ങളാകട്ടെ, ആ സംഘർഷത്തിൻ്റെ ഒരു വൈകാരിക തലമാണ് ഓരോ സിനിമയും നമ്മുടെയൊക്കെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ അത് ഇടം പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം
അതിലൂടെ വിനിമയം ചെയ്യുന്ന ആ മനുഷ്യ അവസ്ഥകളുടെ ആ ഭാവങ്ങളാണ്. അത് ഒരിക്കലും ഒരു യന്ത്രത്തിന് സാധ്യമല്ല. പക്ഷേ സിനിമ യന്ത്രങ്ങളുടെ മുഴുവൻ, സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ സഹായത്തോടുകൂടി ആവിഷ്കൃതമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് സിനിമയ്ക്ക് മുന്നോട്ട് പോകാനുമാവില്ല. സിനിമ എന്ന കലാരൂപം തന്നെ യന്ത്രങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ്. അതിന് മനുഷ്യ നിർമ്മിത ബുദ്ധിയുടെ അപാരമായ സാധ്യതകൾ തീർച്ചയായും സിനിമയെ സാങ്കേതികമായി മുന്നോട്ട് നയിക്കും. പക്ഷെ അപ്പോഴും മനുഷ്യൻ്റെ സർഗാത്മകതയും അവൻ്റെ ഭാവനയും ചിന്തയും അവിടെയും ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിനകത്തൊരു ആർട്ടിഫിഷ്യൽ ഒരു എലിമെൻ്റ് ഉണ്ട്. അതൊരു കൃത്രിമമായി നിർമ്മിത ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ കൃത്രിമമായി ഉണ്ടാവുന്നതെല്ലാം അതിനൊരു ഘട്ടം കഴിയുമ്പോൾ അതൊക്കെ വെറും പ്രതീകങ്ങളായി മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതിൻ്റെ സ്വാഭാവികമായ ജീവനില്ലാതെ അതൊരു കൃത്രിമത്വത്തിൻ്റെ ഒരു തലത്തിൽ തന്നെയാകും. ഇത് ഒരു കാലത്ത് ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആകുമെന്നും ചിലർ പറയുന്നുണ്ട്. എനിക്കതിൻ്റെ മറ്റ് വിശദീകരണങ്ങളിലേക്കൊന്നും പോകാനാവില്ല. എന്തു തന്നെയായിരുന്നാലും ശരി, ഞാൻ ഇത്രയേ അടിവരയിട്ട് പറയുന്നുള്ളൂ. മനുഷ്യനാണ് പ്രധാനം. മനുഷ്യനാവുക തന്നെയാണ് ഏറ്റവും പ്രധാനം. നല്ല മനുഷ്യരാവുക അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കലയിലൂടെ ആയിരുന്നാലും സാഹിത്യത്തിലൂടെ ആയിരുന്നാലും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യനെക്കുറിച്ചാണ്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ചാണ്. അത്തരം മനുഷ്യബന്ധങ്ങളെയും മനുഷ്യ ജീവിതങ്ങളെയും ഒക്കെ മലീമസമാക്കുന്ന, മലിനപ്പെടുത്തുന്ന കലാസൃഷ്ടികളും ഉണ്ടാകരുത് എന്ന് ഞാൻ അഭിപ്രായപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മൾ വർത്തമാനകാലത്ത് അത്തരമൊരു സാംസ്കാരിക വിഷം കൂടി ഏറ്റുകൊണ്ടിരിക്കുന്ന മലയാളി പല അർത്ഥത്തിലും, എല്ലാ അർത്ഥത്തിലും ഒരുപാട് വിഷങ്ങൾ തീണ്ടാൻ വിധിക്കപ്പെട്ടവനായിട്ട് മലയാളി സമൂഹം മാറുമ്പോൾ, ഇപ്പം നമ്മൾ ഈ മണ്ണും അന്തരീക്ഷവും ജലവും ആഹാരവും മരുന്നും എല്ലാം വിഷമയമായ ഒരു ലോകത്ത് നമ്മളറിയാതെ കലയുടെ പേരിൽ, സാഹിത്യത്തിൻ്റെ പേരിൽ ഒക്കെ ചില വ്യാജ നിർമ്മിതികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിലൂടെയൊക്കെ ഒരു സാംസ്കാരിക വിഷം കൂടി മലയാളി തീണ്ടേണ്ടി വരുന്നു. ആ മലയാളി അതിനൊക്കെ എതിരെ ഒരു സാംസ്കാരിക പ്രതിരോധം തീർത്തില്ല എങ്കിൽ ഒരു തോറ്റ ജനതയായി ചരിത്രത്തിൽ അടയാളപ്പെട്ടു പോകും എന്ന തിരിച്ചറിവ് കൂടി ഈ അവസരത്തിൽ അതുകൂടി നമുക്കുണ്ടാകണം. അതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കലാസൃഷ്ടി എന്ന് പറയുന്നത്, കലാപ്രവർത്തനം എന്ന് പറയുന്നത്, കലാകാരൻ എന്ന് പറയുന്നത് അതൊരല്പം പാളിപ്പോയാൽ അതൊരു വലിയ ജനതയെ അപചയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. കലയെന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ്, ഒരു ജനതയെ മുഴുവൻ അത് അഡ്രസ്സ് ചെയ്യുന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് കലാസൃഷ്ടികൾ. അപ്പോൾ ആ കലാസൃഷ്ടി ജനതയെ, മനുഷ്യനെ ശരിയിലേക്കും നന്മയിലേക്കും സത്യത്തിലേക്കുമൊക്കെ നയിക്കാൻ പ്രാപ്തമാകണം. ശരിയിലേക്ക് വിരൽ ചൂണ്ടാനുള്ള കരുത്ത് പകരുന്നതാകണം. ഒരു പുതിയ മനുഷ്യനായി അവനെ രൂപാന്തരപ്പെടുത്താൻ കലകൾക്ക് കഴിയണം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഏതൊക്കെ സാങ്കേതിക വിദ്യകൾ ലോകത്ത് എങ്ങനെയൊക്കെയോ വന്നോട്ടെ, ആത്യന്തികമായി അത് മനുഷ്യനിലേക്ക് തന്നെയാണ് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളും തീർച്ചയായും അപാരമായ സാധ്യതകളാണ് അത് നമ്മുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ആ സാധ്യതകളെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ചില വശങ്ങളെ കുറിച്ചുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഇത്തരം മാനവികതയ്ക്കെതിരായ, മനുഷ്യത്വ വിരുദ്ധമായ ചില രീതികളിലേക്ക് അത് മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കൂടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്, പ്രോത്സാഹനത്തിനൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.